സ്പിയർ. ഓക്കെ, നമ്മളിപ്പോൾ എന്താ വോളിയം ഓഫ് എ സ്പിയറാണ് പറയാൻ പോകുന്നത്. നമുക്ക് തൊട്ട് മുമ്പേ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം. നമ്മുടെ കയ്യിൽ സ്പിയർ ഉണ്ട്, നമുക്കതിനെ ഒരുപാട് സ്ലൈസസ് ആക്കി കട്ട് ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ, നമ്മൾ ഒരുപാട് സ്ലൈസസ് ആക്കി കട്ട് ചെയ്തേക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് അതിൻ്റെ അകത്ത് നിന്ന് സ്ലൈസ് എടുത്ത് വെളി അനലൈസ് ചെയ്യാം. മുറിച്ചെടുത്ത സ്ലൈസിൽ ഒരു സ്ലൈസ് നമ്മളെടുത്ത് വെളിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഓരോന്നിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി dx ആണ്. കണ്ടോ, ഓരോ പീസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് dx ആണ്. ഏരിയ എന്ന് പറയുന്നത് πy². ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ റഗ്ബി ബോളിന്റെ സെയിം കേസ്. എന്ത്, ഇവിടുത്തെ ഓരോ സ്ലൈസിന്റെ റേഡിയസ് വേരിയിങ് ആണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കാം. ഇച്ചിരി ഡൗൺ ചെയ്താണ്ട് നോക്ക്. ഏറ്റവും ലെഫ്റ്റിലത്തെ ഈ സ്ലൈസ് കണ്ടോ, ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര, ഇത്രയല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് തൊട്ടടുത്തത് ഈ സ്ലൈസ് കണ്ടോ, അതിന്റെ റേഡിയസ് എത്ര, ഇത്രയല്ലേ. ഇനി തൊട്ടടുത്തുള്ള അടുത്ത സ്ലൈസ് കണ്ടോ, ഈ കാണുന്ന, അതിന്റെ റേഡിയസ് എത്ര, ഇത്രയല്ലേ. അതായത് ഈ നമ്മൾ കട്ട് ചെയ്ത ഓരോ സ്ലൈസിന്റെയും റേഡിയസ് വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആൻഡ് റേഡിയസ് വാല്യൂ എന്ന് പറയുന്നത് അവളുടെ കറസ്പോണ്ടിങ് വൈ വാല്യൂ. കാരണം തൊട്ട് മുമ്പ് നമ്മൾ വന്ന റഗ്ബി ബോളിന്റെ കേസ് പോലെ തന്നെ ഇതിന്റെ ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള വൈ വാല്യൂ. ഇതിന്റെ റേഡിയസ് ഇവിടം വരെയാന്ന് പറഞ്ഞാൽ അതെന്താ കറസ്പോണ്ടിങ് വൈ വാല്യൂ, വൈ ആക്സിസ് അല്ലേ. അപ്പോൾ എന്താണ്, ഓരോ സ്ലൈസിന്റെയും സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര, πy². കാരണം നമുക്കറിയാം എന്താ, ഈ സ്ലൈസ് എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഈ സ്ലൈസിന്റെ സർഫസ് ഏരിയ എന്താ, ഒരു സർക്കിൾ അല്ലേ. ആൻഡ് ഈ സർക്കിളിന്റെ കറസ്പോണ്ടിങ് റേഡിയസ് ആരാ, അവിടുത്തെ വൈ വാല്യൂ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ πy². ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഈ ഓരോ സ്ലൈസിന്റെ വോളിയം എന്താ, കാരണം ഈ ഓരോ സ്ലൈസ് എന്ന് പറയുന്നത് കൊച്ചു സിലിണ്ടർ അല്ലേ. ഓക്കെ, കൊച്ചു സിലിണ്ടർ അല്ലേ. ഒരു dx വിഡ്ത്തുള്ള ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇവിടെ ഒരു വിഡ്ത്ത് കണ്ടൂടെ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് പീസസ് ആക്കി കട്ട് ചെയ്യുമ്പോൾ അതിന്റെ വിഡ്ത്ത് കുറയും. ഓക്കെ, അപ്പോൾ ഓരോ സ്ലൈസിന്റെയും വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ dx, പിന്നെ ഈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ πy². അങ്ങനെയാണെങ്കിൽ ഓരോ സ്ലൈസിന്റെ വോളിയം എന്തായിരിക്കും, സിലിണ്ടറിക്കൽ സ്ലൈസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. കാരണം നമുക്കറിയാം വോളിയത്തിന്റെ ജനറൽ ഇക്വേഷൻ ആണല്ലോ ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പം നമുക്ക് ഏരിയ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് πy². ഹൈറ്റ് അതായത് വിഡ്ത്ത് എന്താന്ന് നമ്മുടെ കയ്യിലുണ്ട് dx. അപ്പോൾ വോളിയം എന്താ, πy² ഇൻറ്റു dx ആണ്. എന്തിന്റെ, ഓരോ ചെറിയ സിലിണ്ടറിക്കൽ സ്ലൈസസിന്റെ വോളിയം πy² ഇൻറ്റു dx. നിങ്ങൾക്ക് അത്രയും മനസ്സിലായേ. ഇനിയാണ് വേറൊരു കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം കുറെ പേർക്ക് കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ള സ്ഥലം. നമ്മൾ എപ്പോഴും ഒരു സർക്കിളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ എന്താ, x² + y² = 1², അല്ലെങ്കിൽ x² + y² = r². ഇതല്ലേ കണ്ടേക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ തെറ്റിദ്ധാരണയുണ്ട്, ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ബട്ട് ആക്ച്വലി അതല്ല സർക്കിളിന്റെ ഇക്വേഷൻ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ കാണുന്നതാണ് ശരിക്കും ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ XY പ്ലെയിനിൽ ഒരിടത്തൊരു സർക്കിൾ ഇരിക്കുന്നു. ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എച്ചും കെയും ആണ്. എച്ച് എന്താണ്, ആ സെന്റർ എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് വാല്യൂ. കെ എന്താണ്, ആ സെന്റർ എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ, ഓക്കെ, ആ സർക്കിളിന്റെ ശരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത് x - h² + y - k² = r² എന്നാണ്. ഇതാണ് ശരിക്കും സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നില്ലേ, x² + y² = r² എന്ന് പറഞ്ഞ ഇക്വേഷൻ എവിടുന്നാ വന്നേന്ന്? വേറെ എവിടുന്നുമല്ല. നമ്മൾ ആ പറയുന്ന സർക്കിൾ എപ്പോഴും ഒറിജിനി സെന്റർ ഉള്ള സർക്കിളാണ്. ഒറിജിനി സെന്ററായി എന്ത് പറ്റും, എച്ചും കെയും 0 ഇപ്പോൾ. അപ്പം x - h² + y - k² r² എന്ന് പറഞ്ഞാൽ അതിനകത്ത് എച്ചും കെയും 0 ഇപ്പോൾ എന്ത് കിട്ടും, ബാക്കി x² + y² = r² എന്ന് കിട്ടും. ഇവിടെ a എന്ന് ഇട്ടേക്കുന്നത് തെറ്റിദ്ധരിക്കേണ്ട, അവിടെ ഈ സർക്കിളിന്റെ റേഡിയസ് a. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ സർക്കിൾ ഇവിടെ ഇരുന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇരുന്ന, കാരണം ഇതിന്റെ സെന്റർ ഇപ്പോൾ ആരാ, എയും 0 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഈ കാണുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്തോ x - a² + y² = a² എന്ന് കിട്ടത്തില്ലേ. സർക്കിളിന്റെ വോളിയം റേഡിയസ് എന്ന് പറയുന്നത് a ആണ്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്ക്.
ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസ് എടുത്താലും അത് എ ആണ്. അത് റേഡിയസ് ആണല്ലോ. അപ്പം ഈ കാണുന്ന സർക്കിളിന്റെ കറസ്പോണ്ടിങ് സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. അത്ര ഐഡിയ കിട്ടിയേ. ഓക്കെ, ഇനിയാണ് നമ്മൾ തിരിച്ചപ്പുറത്തോട്ട് വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ വന്നേ, റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ആണ്ടേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ അതേ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ. ഈ സ്പിയറിന്റെ കേസിൽ അതെങ്ങനെയാ വന്നതെന്ന് അറിയോ? അത് വന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്ന രീതി മാറ്റണം. നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്താ? ഇവനെ ആണ്ടേ ഒരു 3D സ്പിയർ ആയിട്ടല്ലേ. പക്ഷെ ഞാൻ എന്താ ഇതിനെ അറേഞ്ച് ചെയ്ത് ഈ ഒരു രീതി ഞാൻ കൊണ്ടുപോയി വെച്ചെന്ന് നോക്ക്. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ഈ ഒരു, അതായത് ഞാൻ നേരെ വന്ന് എന്റെ ഫ്രണ്ടിൽ നോക്കിയത് ഈ കാണുന്ന സർക്കിൾ അല്ലേ ശരിക്കും? അല്ലേ? ആൻഡ് നമ്മൾ ഈ കാണുന്ന ഈ ഫുള്ള് വിഷ്വൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്ക്, ഇതേ വിഷ്വല് തന്നെയല്ലേ ഈ കാണുന്നതും. ആണ്ടെ y ആക്സിസ് എക്സ് ആക്സിസ് അവിടെ സീറോയിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ എന്താണ്? സീറോയിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ വരെ റേഡിയസ് എന്താ? അതാണ്ട് നോക്ക്, ഇവിടം വരെയുള്ള ലെങ്ത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല, ഈ 0 തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പൊ അതിന്റെ ഹാഫ് ലെങ്ത് എന്തോന്നാ? ഒരു സ്ലൈസ് എടുത്താക്കണ്ട, എ ആണ്. ഓക്കെ, അപ്പൊ അതാണ്ട് നോക്ക്, എക്സാക്ട്ലി ഈ കാണുന്ന ഇതേ വിഷ്വല് തന്നെയല്ലേ നമ്മൾ ഈ കാണുന്നതും. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞത് ഇതിനും ആപ്ലിക്കബിൾ ആവത്തില്ലേ? കാരണം അതാ നിങ്ങൾ കണ്ണ് വന്നത് നോക്ക്, y ആക്സിസ് എക്സ് ആക്സിസ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സെന്റർ എ. എക്സ് ആക്സിസ് y ആക്സിസ് സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സെന്റർ എ. സോ ഇവ രണ്ട് സെയിം ആണ്. സോ ഈ കാണുന്ന സ്പിയറിനും ഈ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? ഇവിടാണ് കുറച്ച് പേർക്ക് നല്ല സംശയം തോന്നുന്നത്. അതായത് ഇതൊരു 3D ഷേപ്പ് അല്ലേ, നമ്മളിപ്പോ പറയുന്ന 2D സർക്കിളിന്റെ കാര്യമല്ലേ, അതെങ്ങനെയാ 2D ഇക്വേഷൻ 3Dയിലോട്ട് ആപ്ലിക്കബിൾ ആവുന്നത്? അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് എന്താണ് അത്, എല്ലാ 3Dക്കും അതിൻ്റെതായിട്ടുള്ള 2D കമ്പോണൻസ് ഉണ്ട്. മനസ്സിലായോ? അതിപ്പോ നമ്മൾ 2D വേൾഡിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന 3D ഒബ്ജക്റ്റുകളെല്ലാം 2D ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ സർക്കിളിനെ കാണുന്ന രീതി എന്തോന്നാ? ഇതിനെ എവിടുന്ന കട്ട് ചെയ്തേക്കുന്നത്? അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവനെ എങ്ങനെയാ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്? അതായത് ഞാൻ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ട് ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്തേക്കുമല്ലേ? കണ്ടില്ല? ഓക്കെ, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് താഴോട്ട് കട്ട് ചെയ്തേക്കുമല്ലേ? ഓക്കെ, ഇവനെ എനിക്ക് ഏത് രീതിയിലും കട്ട് ചെയ്യാം. കാരണം എന്താ, ഇവനൊരു സ്പിയർ അല്ലേ. എനിക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് വേണേ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാം. എനിക്ക് വേണേ അല്ല ഇപ്പത്തെ സൈഡിൽ വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. അല്ല, എനിക്ക് തോന്നിയ പോലെ കട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ കിട്ടുന്ന സ്ലൈസസ് ചിലപ്പോൾ വ്യത്യാസം കാണും. ഓക്കെ, ഞാൻ ഇതേ സ്പിയറിനെ തന്നെ വേറൊരു രീതി കട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണെന്നറിയാം? ഇങ്ങനെ. ഇവിടുത്തെ വ്യത്യാസം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഞാൻ ഈ കറസ്പോണ്ടിങ് ഇങ്ങോട്ട് പോകുന്ന എക്സ് ആക്സിസും ഇങ്ങോട്ട് പോകുന്ന വൈ ആക്സിസും ആണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഈ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ താഴോട്ട് കട്ട് ചെയ്തേക്കുമല്ലേ. പക്ഷെ ഇവനെ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നുണ്ട്, ഇവനെ ചരിച്ച ഇങ്ങോട്ടാ കട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്ട, ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് വൈ ആക്സിസ്, ഇത് കറസ്പോണ്ടിങ് എക്സ് ആക്സിസ്. ഇവനെ കട്ട് ചെയ്തേക്കുന്ന എക്സിന്റെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്തേക്കുക. മനസ്സിലായി? പക്ഷെ നേരത്തെ എങ്ങനെയായിരുന്നു? നമ്മുടെ കറസ്പോണ്ടിങ് വൈ ആക്സിസ് എക്സ് ആക്സിസ് ഇങ്ങോട്ട് വരുന്ന ഇസഡ് ആക്സിസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഈ കേസ് വരുമ്പോൾ നമ്മളത് ഈ എക്സ് ആക്സിസിന് ഇവിടെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായ? രണ്ടും സെയിം സ്പിയർ. ഈ കളർ മാറ്റം കണ്ട് തെറ്റിദ്ധരിക്കണ്ട, രണ്ടും എക്സാക്ട്ലി സെയിം സ്പിയർ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലായ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ രണ്ട് രീതി കട്ട് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എ ആണ് എന്ന്. ഓക്കെ, അതേ കേസ് തന്നെയാണ് ഇവിടെ. ഇവന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഓക്കെ, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a, ഇവന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ a.
ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ആ സെന്ററിൽ കൂടെ ഒരു റോഡ് ഇറക്കി വിടുക, അതായത് ഒരു കോല് കയറ്റി വിടുക. കണ്ട ഈ കാണുന്ന കണ്ട ഇങ്ങനെ കയറ്റി വിടുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ റോഡ് ഈ നടുക്കൂടെ പോകുന്ന ഈ ആക്സിസ്, ഈ വര എന്ത് വേണേലും വിളിച്ചോ, ഇവൻ പോകുന്നത് എല്ലാ സ്ലൈസസിന്റെ സെന്ററിൽ കൂടെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു സ്ലൈസ് എക്സ്ട്രാക്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ലൈനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കാണുന്ന ലൈൻ. ഓക്കെ, ഈ ലൈൻ പോകുന്ന ഇവിടെ ഈ കാണുന്ന ഈ സ്ലൈസിന്റെ എക്സാക്ട് സെന്ററിൽ കൂടെ അല്ലേ. അതുപോലെ തിരിച്ചു നോക്ക്, ഈ ലൈൻ കയറി പോകുന്നത് എങ്ങനെ, ഈ കാണുന്ന ഈ സ്ലൈസിന്റെ എക്സാക്ട് സെന്ററിൽ കൂടെ അല്ലേ. ഇത് തന്നെ എല്ലാ കേസും നിങ്ങൾ ലോജിക്കലി തന്നെ ചിന്തിച്ചു നോക്കണ്ടേ, എല്ലാ സർക്കിളിന്റെയും സെന്ററിൽ കൂടാണ് ഈ കാണുന്ന വര പോകുന്നത്, അല്ലെ ആ കാണുന്ന ആക്സിസ് പോകുന്നത്, അല്ലെ ആ കാണുന്ന റോഡ് പോകുന്നത്. ഓക്കെ, അപ്പൊ താണ്ടേ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ, എക്സ് ഈക്വൽ ടു എ. ഓക്കെ, ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ കത്തിയേ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിവിടെ എത്ര സ്ലൈസസ് ആക്കി ആക്ച്വലി മുറിച്ചേക്കുന്നത് നമ്മുടെ സ്പിയറിനെ. ഈ കേസിൽ 100 ആണ്. മാത്സിൽ നമുക്ക് 100 വരെ മുറിക്കാൻ പറ്റുമോ? അതായത് മാത്സിൽ എന്താ 100 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് തീർന്നോ? ഇല്ലല്ലോ. കാരണം നമുക്കറിയാം ഇവിടെ കുറെ വലിയ പുള്ളികളൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. ആരാ? ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 100 എന്തോന്നാ, 100 ഒന്നുമില്ല. നമ്മൾ എന്തിനാ ഇവിടെ 100 എടുത്തതെന്നുള്ള ഒരേ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതായത് എന്താണ്, നിങ്ങൾക്ക് വിഷ്വലി മനസ്സിലാവാനും എനിക്ക് കാണിക്കാനായിട്ടും ഒരു 100 സ്ലൈസസ് വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് വേണേൽ അത് 10,000 ആക്കാം, വേണേൽ 1,00,000 ആക്കാം. പക്ഷെ അതിൽ എന്താണ്, അതിലൊരു അർത്ഥമില്ല. നിങ്ങളെ ഒരു കോൺസെപ്റ്റ് കാണിക്കാണ്ട് 100 മതി എന്നുണ്ടായത് മാത്രം ഞാൻ ജസ്റ്റ് ഒരു 100 നമ്പർ ഓഫ് സ്ലൈസസ് എന്ന് വെച്ചതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ 100ന് വലിയ പ്രാധാന്യ കാര്യമൊന്നും ഇല്ല. ഓക്കെ, നമുക്കപ്പോൾ എന്താ 100 അല്ല, നമുക്ക് ഈ സ്പിയറിനെ ഇൻഫിനിറ്റ് പീസസ് ആക്കി മുറിക്കാം. മനസ്സിലായോ? അതാണ് അതിന്റെ മാജിക്. ഓക്കെ, നമുക്കിതിനെ ഇൻഫൈനൈറ്റ് പീസാക്കി മുറിക്കാം. അതാണ് മാത്സ് നമുക്ക് തരുന്ന പവർ. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇന്റഗ്രേഷൻ നമ്മൾ പഠിച്ച എന്തോന്നാ, നമ്മുടെ ഏരിയ അണ്ടർ ദ കർവ് ഏരിയ അണ്ടർ ദ കർവിന്റെ കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഏരിയ അണ്ടർ ദ കർവ് ആക്യുറേറ്റ് ആവണമെങ്കിൽ ഇൻഫൈനൈറ്റ് പീസസ് ഓഫ് സ്മോൾ റെക്ടാങ്കിൾസ് ആക്കി മുറിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളത് തന്നെയല്ലേ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പിയറിന് ഇൻഫൈനൈറ്റ് പീസസ് ആക്കി മുറിക്കാൻ പറ്റും. ഓക്കെ, അതാണ് മാജിക്. അപ്പം ഇൻഫൈനൈറ്റ് പീസസ് ആക്കി മുറിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ സപ്പോസ് ഒരു 25 പീസസ് ആക്കി മാത്രം മുറിച്ച് നോക്കുക. ഒരു സ്ലൈസിനെ ഞാൻ വെളിയെടുത്ത് ഇപ്പൊ നോക്ക് എന്താ സംഭവിക്കുന്നത്. ഈ സ്ലൈസിന് ഓരോ സ്ലൈസിന്റെയും തിക്നെസ് കണ്ടില്ലാണ്ടേ, ഒരു ഇത്ര തിക്നെസ് ഉണ്ട്, കണ്ടില്ലേ ഓരോ സ്ലൈസിനും. ഇനി ഞാൻ അത് മാറ്റി ഒരു 50 സ്ലൈസസ് ആക്കി മുറിച്ച് നോക്ക്. ഇനി ഞാൻ അനലൈസ് ചെയ്തെടുക്കുമ്പോൾ വേണ്ടേ, അതിന്റെ തിക്നെസ് കണ്ടോ, കുറഞ്ഞ്, നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറഞ്ഞ് ഓരോ സ്ലൈസിന്റെ തിക്നെസ്സും. അതായത് ഓരോ സ്ലൈസ് എന്ന് പറയുന്ന ഓരോ സ്മോൾ സിലിണ്ടേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വീണ്ടും മാറ്റി ഒരു 76 പീസ് ആക്കി കണ്ടേ. എന്നിട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് ഓരോ സ്ലൈസും ചെക്ക് ചെയ്തപ്പോൾ ഓരോ സ്ലൈസിന്റെ തിക്നെസ് വീണ്ടും കുറഞ്ഞു. ഞാൻ എന്താ 100 പീസ് ആക്കി, എന്നിട്ട് ഞാൻ സ്ലൈസിനെ വെളിയെടുത്ത് വേണ്ട, ആ തിക്നെസ് കണ്ടോ വീണ്ടും കുറഞ്ഞ്. അതായത് നിങ്ങൾക്കത് ഓൾറെഡി മനസ്സിലായി കാണല്ലോ. കാരണം നമ്മൾ എത്രത്തോളം സ്ലൈസസ് ആയത് കട്ട് ചെയ്യുന്നോ, സ്ലൈസസിന്റെ നമ്പർ കൂടുന്നോ, തിക്നെസ് അത്രയും കുറഞ്ഞു വരും. അപ്പൊ ഞാൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ലൈസസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഈ കാണുന്ന തിക്നെസ് കണ്ടോ, ഇത് dx എന്ന് പറഞ്ഞതാ ഈ തിക്നെസ്. ഓക്കെ, ഇവൻ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. കാരണം ഇൻഫൈനൈറ്റ് പീസ് ആക്കി മുറിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ വിട്ട് പിന്നെ എന്തോ കാണും. മനസ്സിലായോ? അതായത് ഒരു വേണമെങ്കിൽ ഒരു റേഞ്ച് പറഞ്ഞു ഇൻഫൈനൈറ്റ് ആയിട്ട് പീസസ് ആക്കി മുറിച്ചാൽ ആ വിട്ട് dx എന്ന് പറഞ്ഞ വാല്യൂ ചിലപ്പോൾ 0.00000000000 എനിക്ക് എണ്ണി എടുക്കാൻ പോലും പറ്റില്ല, അത്രയും ചെറുതായി പോകും. അതിന് നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ ഒരു വട്ടം വരച്ചിട്ട് ആ പേപ്പറിന്റെ തിക്നെസ് നോക്കിയാൽ ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതലായിരിക്കും. മനസ്സിലായോ? അതായത് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ലൈസസ് ആക്കി മുറിച്ചാൽ ആ എടുക്കുന്ന ഓരോ സ്ലൈസും കണ്ട എക്സാക്ട്ലി ഒരു 2D സർക്കിൾ പോലെ ഇരിക്കും. മനസ്സിലായോ? ഓരോ സ്ലൈസും ഒരു 2D സർക്കിൾ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം dx അത്രയും നെഗ്ലിജിബിൾ ആയിരിക്കും, അതുകൊണ്ട് അവൻ ഒരു 2D സർക്കിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻഫൈനൈറ്റ് പീസസ് ആക്കി മുറിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് ആണ്. ആ ഒരു ഐഡിയ കത്തിയേ. അതിന്റെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സർക്കിളിന്റെ സെന്റർ എയും 0 എന്താ കാണുന്നുണ്ട? കാരണം അതിന്റെ എക്സാക്ട് സെന്ററിൽ കൂടെ അല്ലേ ഈ റോഡ് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, x ഈക്വൽ ടു എന്ന് പറഞ്ഞാണ്ട് മേളിൽ കൂടെ നോക്ക്, ടോപ്പ് വ്യൂ ആണ്, കണ്ടില്ലേ വരുന്ന കണ്ടില്ലേ.
അപ്പൊ ഈ കാണുന്ന എക്സാക്ട്ലി എല്ലാ സർക്കിൾസിന്റെയും സെന്റർ എയും സീറോയും ആണ്. കാരണം ഇപ്പൊ നമ്മൾ വന്നല്ലോ ഇൻഫൈനൈറ്റ് പീസസ് ആക്കി മുറിച്ചാൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് ആണ് കിട്ടുന്നതിന്. ഓക്കെ, അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സർക്കിൾസ് കിട്ടി നമുക്ക് ഈ സെഡ് ആക്സിസ് കൺസിഡർ ചെയ്യണ്ട. കാരണം ഇപ്പൊ അവൻ 2D ആണല്ലോ, അപ്പൊ അവനൊരു എക്സും വൈയും മാത്രം നോക്കിയാൽ മതി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന സർക്കിൾ കണ്ടേ, ഈ കാണുന്ന ഇങ്ങനത്തെ സർക്കിളുകളെ അല്ല കണ്ടേ, ഇങ്ങനത്തെ ഓരോ കാണുന്ന ഈ സർക്കിളുകളും എക്സാക്ട്ലി എന്താ കണ്ടേ, ഇതേ സാധനം തന്നെ കണ്ടില്ലേ, ഇതേ സാധനം തന്നെ. ഓക്കെ, ഇപ്പൊ താണ്ട നോക്ക്, ഇപ്പൊ നിങ്ങൾക്ക് എക്സാക്ട് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഓരോ ഇൻഫൈനൈറ്റ് പീസസ് ആക്കി മുറിച്ചാൽ ഓരോ സർക്കിളിന്റെയും സെന്റർ എന്ന് പറഞ്ഞാൽ എയും സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ സർക്കിളിന്റെ ഇക്വേഷനും എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും. മനസ്സിലായോ? ഈച്ച് സർക്കിളിന്റെ, കാരണം എല്ലാ സർക്കിളിന്റെ സെന്റർ എയും സീറോയും ആണ്. മനസ്സിലായോ? അപ്പൊ ഓരോ സർക്കിളിന്റെ ഇക്വേഷനും എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് കൊണ്ടുവന്നാൽ y² ഈക്വൽ ടു 2x മൈനസ് x സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് അതേ കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇതേ സ്പിയർ തന്നെയാണ്, ഇതേ സ്പിയർ, ഒരു വ്യത്യാസമില്ല. രണ്ട് രീതി കട്ട് ചെയ്തേക്കാൻ ഒന്നുണ്ടെന്നേ ഉള്ളൂ. ഈ കളർ ഒന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട, രണ്ടും സെയിം സ്പിയറാ. ഒരുത്തനെ നമ്മളിതാ ഇവിടുന്ന് കട്ട് ചെയ്തപ്പം ഒരുത്തനെ ഇങ്ങനെ കട്ട് ചെയ്തു. ഇവന് ഒരു ഇച്ചിരി ഗോൾഡൻ ടിന്റ് കൂടുതലുണ്ട്. അത്രേ ഉള്ളു. രണ്ടും സെയിം സ്പിയർ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ അകത്ത് നമ്മൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്ന ഓരോ സ്ലൈസിന്റെ ഇൻഫൈനൈറ്റ് പീസ് ആക്കി മുറിച്ചാൽ എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റി? ഈ കാണുന്ന സ്പിയറിൽ ആക്ച്വലി എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ഏത് കടയിലും എടുത്ത് നോക്ക്. എനിക്കത് മനസ്സിലാക്കാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ ചിലർക്ക് ചിലപ്പോൾ ആദ്യം കത്തിയിട്ടുണ്ടായിരിക്കും ഈ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവന് 2D ആയിട്ട് തോന്നും. അപ്പൊ 2D സർക്കിളിന്റെ ഇക്വേഷൻ ഇവന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് എന്ത് ഈ പറഞ്ഞ രീതിയിൽ മുറിച്ച് കഷ്ടപ്പെട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കാണിച്ചു തന്നത്. കാരണം എനിക്ക് എല്ലാവർക്കും മനസ്സിലാവണം, എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി? നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് 5² ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞത് മനസ്സിലായി. അത് ലാസ്റ്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തിരിച്ച് മാറ്റി ഫാക്ടർ ചെയ്തെടുക്കുമ്പോൾ y² ഈക്വൽ ടു 2x മൈനസ് x സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ എന്താ, ഓരോ സ്ലൈസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? പൈ y² ഇൻറ്റു dx എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് ഈ y² ഉണ്ടല്ലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇപ്പൊ കിട്ടിയ y² വാല്യൂ എന്ത്? 2ax മൈനസ് x സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ വെച്ച്, എന്നിട്ട് ഈ മൊത്തം സ്പിയറിന്റെ വോളിയം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഓരോ ചെറിയ സ്ലൈസസിന്റെ വോളിയം ആഡ് ചെയ്യണം. എന്നാണ്ടേ സമ്മിങ് അപ്പ് ഓഫ്, ഇതാണല്ലോ ഇന്റഗ്രൽ സിമ്പിളിന്റെ ശരിക്കും അർത്ഥം. സമ്മിങ് അപ്പ് ഓഫ് വോളിയം ഓഫ് ഈച്ച് സ്ലൈസസ്. മനസ്സിലായേ? ഇനി ഇത് നിങ്ങളുടെ ടാസ്ക് ആണ്. ഇവനെ ഒന്ന് സോൾവ് ചെയ്തെടുത്ത് നോക്ക്. ഇവനെ സോൾവ് ചെയ്തെടുത്താൽ എന്താ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് അറിയോ? 4/3 പൈ എ സ്ക്വയർ. മനസ്സിലായോ? ആ ഇക്വേഷൻ എന്താ ആക്ച്വലി നമ്മുടെ സ്പിയറിന്റെ ഇക്വേഷനാണ്. മനസ്സിലായോ? 4/3 പൈ എ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ലോജിക് കത്തിക്കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളു സാധനം. മാത്സ് ഈസ് സോ സിമ്പിൾ. നമുക്ക് പല രീതി കണ്ടുപിടിച്ചെടുക്കാം. മനസ്സിലായോ? ഓക്കെ, ഇതിപ്പോ സ്പിയറിന്റെ കേസ് പറഞ്ഞാൽ നമുക്ക് എന്നൊരു കാര്യം ചെയ്യാം. ഹെമിസ്പിയറിന്റെ കേസ് എടുക്കാം. ആണ്ടെ, ഹെമിസ്പിയർ എന്താ? നേരത്തെ കണ്ട ഈ സ്പിയറിന്റെ എക്സാക്ട് പകുതി. ഇത് ഫുൾ സ്പിയർ അല്ലെങ്കിൽ ഇത് ഹാഫ് സ്പിയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തറിയാം? 0 തൊട്ട് എ വരെയൊക്കെ കാണും. അത് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പേ പറഞ്ഞതാണല്ലോ. അങ്ങനെയാണ് ഇവന്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ കറക്റ്റ് കൂട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്നറിയാം? ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഇന്റഗ്രൽ ഓഫ് എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. എന്താ ലിമിറ്റ് എന്നറിയോ? ഫ്രം 0 to 2a. അത് ഒരിക്കലും മറക്കല്ല. അത് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതേതാണ്ട നമ്മുടെ സ്പിയറിനെ നോക്ക്. നമ്മുടെ സ്പിയർ ഈ എക്സ് ആക്സിസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാ? എക്സ് ഈക്വൽ ടു 0 തൊട്ട് എൻഡ് ചെയ്യുന്ന എവിടാ? 2a വരെയാ. അപ്പൊ ഇവന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0യും അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2aയും ആണ്. അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, അതാണ് ഈ ഇന്റഗ്രൽ ഫ്രം 0 to 2a എന്ന് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി സെയിം തിങ്, അതായത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തു വന്ന അതേ ഇക്വേഷൻ എല്ലാം അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ആകെപ്പാടെ ഇവിടെ മാറാൻ പോകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ലിമിറ്റ് മാറും. 0 തൊട്ട് എ വരെയാവും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ ലാസ്റ്റ് കിട്ടുന്ന 2/3 πa². ഓക്കെ, തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെ. ഒരുപാട് സ്ലൈസസ് ആക്കി മുറിക്കുക, ഓരോ സ്ലൈസിനെ എക്സ്ട്രാക്ട് ചെയ്യുക, കറക്റ്റ് സാധനം തന്നെ കിട്ടും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ വോളി ഓഫ് ഹെമിസ്ഫിയർ എന്താണെന്നൊരു ഐഡിയ കിട്ടിയേ? മനസ്സിലായേ? എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? വോളി ഓഫ് എ സ്ഫിയറും പറഞ്ഞു, വോളി ഓഫ് എ ഹെമിസ്ഫിയറും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേറൊരു ഇക്വേഷൻ കാണിച്ചു തരാം. അതായത് വോളിയം ഓഫ് പാർട്ട് ഓഫ് എ സ്ഫിയർ. അതായത് നമ്മൾ ഇപ്പൊ കണ്ട എന്തോന്നാ? നമ്മൾ ഒരു ഫുൾ സ്ഫിയർ കണ്ടു, ഹെമിസ്ഫിയർ കണ്ടു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, എനിക്ക് ഇത്രയും വരെ ഉള്ള ഒരു സ്ഫിയറിന്റെ വോളിയം കിട്ടണം. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കും. അല്ല, എനിക്കിതാ ഇത്രയും വരെ ഉള്ള ഒരു സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കണം. സ്ഫിയർ അല്ല, പാർട്ട് ഓഫ് സ്ഫിയർ. ഒരു തെറ്റിദ്ധരിക്കില്ലേ? സ്ഫിയർ ഇത്രയും വരെയുള്ള പാർട്ടിന്റെ വോളിയം കണ്ടുപിടിക്കണം, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ ഇത്രയും വരെയുള്ള എന്റെ വോളിയം കണ്ടുപിടിക്കണം, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെ ഇവിടം വരെയുള്ള എന്നെ കണ്ടുപിടിക്കണം, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എക്സാക്ട്ലി നേരത്തെ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അതായത് ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ സ്റ്റാർട്ടിങ് x=0. അത് ഒരിക്കലും മറക്കല്ല, ഇതാണ് കോർ കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ സർക്കിളിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് സർക്കിൾ അല്ല, സ്ഫിയറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് x=0 എന്നാണ്. അവിടുന്ന് നമ്മൾ എവിടം വരെയാണോ പോകുന്നത്, ഓക്കെ, ഞാനിപ്പോ എനിക്ക് ഇവിടം വരെ മതി എന്ന് പറഞ്ഞാൽ ഇവനാണ് ഏത്, ഇവിടം വരെയുള്ള കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ആണ് എന്റെ അപ്പർ ലിമിറ്റ്. ഇവിടം വരെയുള്ള കറസ്പോണ്ടിങ് ഈ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ആണ് എന്റെ ലോവർ ലിമിറ്റ്, അതായത് x=0. ഓക്കെ, ഈ കാണുന്നത് ആണ് എന്റെ കറസ്പോണ്ടിങ് അപ്പർ ലിമിറ്റ്, x= ഏത് വാല്യൂ. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ, വിഡ്ത്ത് =0.4. അപ്പം ഇവിടുത്തെ എന്റെ അപ്പർ ലിമിറ്റ് ആരാ? 0.4. അല്ല, ഞാൻ ഇനി ഇവിടം വരെ എത്തുന്നെങ്കിൽ കണ്ടേ, കറക്റ്റ് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് എ ഹെമിസ്ഫിയർ കണ്ടേ, x=a. എന്റെ ലോവർ ലിമിറ്റ് ആരാ ഇവിടെ? x=0 ടു അപ്പർ ലിമിറ്റ് ആരാ? x=a. ഞാൻ വീണ്ടും പോകുന്നു, കണ്ടേ 1.25a. അപ്പൊ എന്റെ ലോവർ ലിമിറ്റ് ആരാ? x=0, അപ്പർ ലിമിറ്റ് ആരാ? 1.25a. ഓക്കെ, ഇതേ സാധനം ഈ കാണുന്ന നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള കണ്ട ഈ ഇക്വേഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടം വരെയുള്ള എക്സ് വാല്യൂ ആണുള്ളത്. ഓക്കെ, അതായത് ഇവിടം വരെയുള്ള ഞാൻ എന്താ ഈ 0 തൊട്ട് ഇവിടം വരെ എടുക്കുന്നെങ്കിൽ ഈ പോയിന്റിലെ എക്സ് വാല്യൂ എന്താണ്? ഈ പോയിന്റിലെ എക്സ് വാല്യൂ എന്താ? ഇപ്പം 1.25. ഞാൻ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് കൂടിപ്പോക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കാം. ഒരിക്കലും മറന്നുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നാണ്. അപ്പോൾ ഒരു കോർ കോൺസെപ്റ്റ് കത്തിയ നിങ്ങൾക്ക് നേരത്തെ വന്നതിൻ്റെ കൂട്ട് തന്നെ ഒരു സ്ലൈസ് എടുക്കുക, അനലൈസ് ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ, അതുകൊണ്ട് ആദ്യം അവിടെ അത്രയും സമയം എടുത്തത്, നിങ്ങൾക്ക് അതിൽ അത്ര ഐഡിയ കിട്ടിയെടുക്കാൻ. ഓക്കെ, എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. 3D ഷേപ്പുകളൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ? കളിക്കാൻ ഭയങ്കര രസം ഇതുകൊണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ചെറിയൊരു കാര്യം പറയാൻ വിട്ട്, ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും, b=π × ax² - x³/3 എന്ന് കിട്ടും. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വോളിയം കിട്ടും. ഓക്കെ, ഈ a എന്താന്ന് ചോദിച്ചാൽ സെന്റർ വരെയുള്ള എന്റെ വാല്യൂ, എക്സ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എവിടം വരെയുള്ള വിഡ്ത്ത് ആണോ വേണ്ടുന്നത്, അവിടം വരെയുള്ള വിഡ്ത്ത്. മനസ്സിലായേ? അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.